Have a nice time to all. Today, let me introduce to you a new language, which is the language of logic. Logic is the principles and techniques of reasoning. It originated with ancient Greeks, mainly with the philosopher Aristotle, who is known as the father of logic. But until 17th century, there was no significant contributions in this regard, and there was no symbols to represent our logical thinking. German mathematician and philosopher Leibniz introduced symbolism into logic, and main contribution in this area was given by the English mathematician George Boole, who wrote an outstanding work in the theory of logic, which is named as An Investigation of the Laws of Thought. How can we represent our logical thinking in mathematical symbols? So let us study about a new language, which is the language of logic. Logic is the study of principles and techniques of reasoning. യുക്തിപൂർവം ഒരു കാര്യം ചിന്തിക്കുന്നതിനായി എന്തെല്ലാം പ്രിൻസിപ്പിൾസും ടെക്നിക്സുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ലോജിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുക്തിപൂർവം ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ചിന്തകൾ എന്തെല്ലാം നിയമങ്ങളാണ് അനുസരിക്കേണ്ടത്? ഇത്തരമൊരു ആശയം ആദ്യമായി ഡെവലപ്പ് ചെയ്തെടുത്തത് ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്ന അരിസ്റ്റോട്ടിൽ ആയിരുന്നു. അദ്ദേഹമാണ് ഫാദർ ഓഫ് ലോജിക് എന്നറിയപ്പെടുന്നത്. എങ്കിലും 17-ാം നൂറ്റാണ്ട് വരെ ഈ രംഗത്ത് കാര്യമായ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായില്ല. ലോജിക്കൽ തോട്ടിനെ സിംബലൈസ് ചെയ്ത് സൂചിപ്പിക്കാൻ പറ്റിയ മെത്തേഡ്സ് ഒന്നും തന്നെ ഈ 17-ാം നൂറ്റാണ്ട് വരെ കണ്ടുപിടിക്കപ്പെട്ടിരുന്നില്ല. ജർമ്മൻ ഫിലോസഫർ ആയിരുന്ന ഗോട്ട്ഫ്രീഡ് ലെബനിസ് ആണ് ആദ്യമായി യുക്തിചിന്തയെ സിംബൽസ് ഉപയോഗിച്ചുകൊണ്ട് സൂചിപ്പിക്കാമെന്ന് പറയുന്നത്. എങ്കിലും സിംബോളിക് ലോജിക്കിലും കുറേ കാലം ഡെവലപ്മെൻറ്റ്സോ കോൺട്രിബ്യൂഷൻസോ ഒന്നുമില്ലാതെ നിന്നു. ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യനായ ജോർജ് ബൂളാണ് ഇക്കാര്യത്തിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയത്. ആൻഡ് ബൂൾ പബ്ലിഷ്ഡ് ഹിസ് ഔട്ട്സ്റ്റാൻഡിംഗ് വർക്ക് ഇൻ സിംബോളിക് ലോജിക്, വിച്ച് ഇസ് നെയിംഡ് ആസ് ആൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ ലോസ് ഓഫ് തോട്ട്. ചിന്തിക്കാനുള്ള നിയമങ്ങൾ. ശരിയായി യുക്തിസഹമായി ചിന്തിക്കണമെങ്കിൽ എന്തെല്ലാം നിയമങ്ങളാണ് നമ്മൾ അനുസരിക്കേണ്ടത്? അത്തരം നിയമങ്ങളെ എങ്ങനെയാണ് നമുക്ക് മാത്തമാറ്റിക്കലായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്? അതിന് പറ്റുന്ന പുതിയൊരു ലാംഗ്വേജ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ലോജിക്. ഗണിതശാസ്ത്രത്തിൽ നമ്പർ തിയറിയുടെ ബിൽഡിംഗ് ബ്ലോക്സ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് നമ്പേഴ്സ് ആണ്. അതുപോലെ തിയറി ഓഫ് ലോജിക്കിലെ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് പറയപ്പെടുന്നത് പ്രൊപ്പോസിഷൻസ് ആണ്. സോ വാട്ട് ഡു യു മെൻ ബൈ എ പ്രൊപ്പോസിഷൻ? എ പ്രൊപ്പോസിഷൻ ഈസ് എ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ദാറ്റ് ഈസ് either true or false, but not both. And it is actually denoted by the lowercase letter p, q, r, s or t. And these variables are called Boolean variables. Let us see some examples of propositions. ഇവിടെ നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ നോക്കിയാൽ, എർത്ത് ഇസ് എ പ്ലാനറ്റ്. ഒരു സെൻറ്റൻസ് പ്രൊപ്പോസിഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആകെ നോക്കേണ്ടത് ആ സെൻറ്റൻസ് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമാണ്. എർത്ത് ഇസ് എ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ എർത്ത് ഇസ് എ പ്ലാനറ്റ് എന്നത് ഒരു പ്രൊപ്പോസിഷൻ ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ 2 + 3 = 6 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം, കാരണം 2 + 3 = 5 ആണ് വരുന്നത്. സോ ദിസ് സെൻറ്റൻസ് ഇസ് ഫാൾസ്. So since we can conclude that the sentence is false, we can say that it is also a proposition. And the third sentence is 1 + 1 = 0 and moon is made up of green cheese. ഇവിടെ ആൻഡ് എന്ന കണക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്കിവിടെ രണ്ട് സെൻറ്റൻസുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ സെൻറ്റൻസ് ശരിക്കും 1 + 1 = 0 എന്നതാണ്. രണ്ടാമത്തെ സെൻറ്റൻസ് മൂൺ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്രീൻ ചീസ് എന്നാണ്. ഈ മൊത്തം സെൻറ്റൻസ് ശരിയാവണമെങ്കിൽ ഈ രണ്ട് സെൻറ്റൻസുകളും ശരിയാവണം. ഇതിലേതെങ്കിലും ഒന്ന് തെറ്റാണെങ്കിൽ ഈ മൊത്തം സെൻറ്റൻസ് തെറ്റായിരിക്കും. സോ നമ്മൾ നോക്കിയാൽ 1 + 1 = 0 എന്നത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദിസ് ഹോൾ സെൻറ്റൻസ് ഈസ് ഫാൾസ്. And since we can conclude that the sentence is false, it is also a proposition. And fourth one, 2 - 1 = 1, or Ramanujan was a Greek philosopher. Here 2 - 1 = 1 is a correct sentence. And Ramanujan was a Greek philosopher is wrong, because Ramanujan, we know, he is a great Indian mathematician.
പക്ഷേ ഇവിടെ നമ്മൾ രണ്ട് സെൻറ്റൻസുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഓർ എന്ന കണക്റ്റീവ് ഉപയോഗിച്ചാണ്. ഓർ എന്ന കണക്റ്റീവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സെൻറ്റൻസുകളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ശരിയായാൽ മതിയാവും. സോ 2 - 1 = 1 ആയതുകൊണ്ട് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദിസ് സെൻറ്റൻസ് ഈസ് ട്രൂ. And since we conclude that the sentence is true, it is again a proposition. And fifth one, if 1 = 2, then all the roses are black. 1 = 2 ആണെങ്കിൽ സംതിങ് ഹാപ്പൻസ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഈ സെൻറ്റൻസ് ശരിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ 1 = 2 ആണോ എന്നാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. 1 = 2 ആണെങ്കിൽ അതിന് ശേഷം പറയുന്ന കാര്യം ശരിയാണെന്ന് മാത്രമേ ഈ സെൻറ്റൻസ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ 1 = 2 അല്ല. അതുകൊണ്ട് തന്നെ ഈ എഴുതിയ സെൻറ്റൻസിൽ ഒരു തെറ്റുമില്ല. ഓക്കെ, സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ സെൻറ്റൻസ് ഈസ് ട്രൂ. ആൻഡ് സിൻസ് ഇറ്റ് ഈസ് ട്രൂ, വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൊപ്പോസിഷൻ. ആൻഡ് വാട്ട് അബൌട്ട് ദ സിക്സ്ത് വൺ, ലെറ്റ് മീ ഗോ? ഇറ്റ് ഈസ് ആക്ച്വലി എ റിക്വസ്റ്റ്. And we cannot conclude that whether it is true or false. Okay, so it is not a proposition. Seventh example is x + 3 = 5. ഇവിടെ x എന്നത് ഒരു അൺനോൺ ആണ്. എക്സിൻ്റെ വാല്യൂ എത്രയാണ് എന്ന് നമുക്ക് അറിയില്ലാത്തതിനാൽ ഈ കാണുന്ന സെൻറ്റൻസ് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. x = 2 ആണെങ്കിൽ ഈ സെൻറ്റൻസ് ശരിയാണ്, x = 3 ആണെങ്കിൽ ഈ സെൻറ്റൻസ് തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിയോ തെറ്റോ എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇറ്റ് ഈസ് അഗെയിൻ നോട്ട് എ പ്രൊപ്പോസിഷൻ. ആൻഡ് 8th സെൻറ്റൻസ് ഈസ് ക്ലോസ് ദ ഡോർ. ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ഓർഡർ. അതുകൊണ്ട് തന്നെ അതിൽ ശരിയോ തെറ്റോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ പ്രൊപ്പോസിഷൻ. ആൻഡ് 9th വൺ, കെന്നഡി വാസ് എ ഗ്രേറ്റ് പ്രസിഡന്റ് ഓഫ് US. ഇവിടെ കെന്നഡി വാസ് എ പ്രസിഡന്റ് ഓഫ് US എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ നമുക്കത് ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കെന്നഡി വാസ് എ ഗ്രേറ്റ് പ്രസിഡന്റ് ഓഫ് US എന്നാണ്. അതായത് ഇത് ഒരാളുടെ ഒപ്പീനിയൻ ആണ് എഴുതിയിട്ടുള്ളത്. അത്തരം ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ചിലരുടെ അഭിപ്രായത്തിൽ ഇത് ശരിയായിരിക്കും, ചിലരുടെ അഭിപ്രായത്തിൽ ഇത് തെറ്റായിരിക്കും. Therefore, it is not a proposition. And the last one, where are you staying? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് എ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. Therefore, it is not a proposition. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത 10 എക്സാമ്പിളുകളിൽ ആദ്യത്തെ 5 എണ്ണം പ്രൊപ്പോസിഷൻസ് ആയിരുന്നു, അവസാനത്തെ 5 എണ്ണം പ്രൊപ്പോസിഷൻസ് അല്ല. അപ്പോൾ എപ്പോഴാണ് പ്രൊപ്പോസിഷൻസ് അല്ലാതെ ആവണത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കാം. ഒന്നുകിൽ ഓർഡർ ആയിട്ടുള്ള സെൻറ്റൻസുകൾ, അല്ലെങ്കിൽ റിക്വസ്റ്റ്, ഒപ്പീനിയൻ ആയിട്ട് വരാം, ക്വസ്റ്റ്യൻ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയിട്ട് വരാം, അല്ലെങ്കിൽ അൺനോൺസ് ഉൾപ്പെടുന്ന മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് എഴുതുക. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം തന്നെ എഴുതിയ സെൻറ്റൻസുകൾ പ്രൊപ്പോസിഷൻസ് ആവില്ല. നമ്മൾ ആദ്യം പറഞ്ഞ 5 സെൻറ്റൻസുകളിൽ ചിലത് ശരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റി, ചിലത് തെറ്റാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റി. ഇത്തരത്തിൽ ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ പ്രൊപ്പോസിഷൻസ് എന്ന് വിളിക്കുന്നത്. ഹെൻസ് വി സീ ദാറ്റ് ഇഫ് എ സെൻറ്റൻസ് ഇസ് എ പ്രൊപ്പോസിഷൻ, ദെൻ either it is true or false. And the truthfulness or falsity of a proposition is called its truth value, denoted by T and F respectively. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളിവിടെ ആദ്യത്തെ എക്സാമ്പിൾ എർത്ത് ഇസ് എ പ്ലാനറ്റ് എന്ന് പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞു അതൊരു ട്രൂ പ്രൊപ്പോസിഷൻ ആയിരുന്നു. അതുകൊണ്ട് ആ കാണുന്ന സെൻറ്റൻസിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്. രണ്ടാമത്തെ സെൻറ്റൻസ് തെറ്റായ സെൻറ്റൻസ് ആയിരുന്നു, അതുകൊണ്ട് അതൊരു പ്രൊപ്പോസിഷൻ ആണ്. സോ ഇറ്റ്സ് ട്രൂത്ത് വാല്യൂ ഇസ് ഫാൾസ്. തേർഡ് സെൻറ്റൻസ് ഫാൾസ് ആയിരുന്നു, സോ ഇറ്റ്സ് ട്രൂത്ത് വാല്യൂ ഇസ് എഫ്. ആൻഡ് ഫോർത്ത് വൺ, ഇറ്റ് വാസ് എ true statement, therefore its truth value is true. And fifth one is also true, its truth value is true. So the truth value of a proposition may be T or F. ഇവിടെ പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഫാൾസ് എന്നാണ്. വാട്ട് അബൌട്ട് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഈസ് ഇറ്റ് എ പ്രൊപ്പോസിഷൻ? ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എന്ന് വിചാരിക്കാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ് എന്നർത്ഥം. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ് എന്നാണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരിക്കലും ശരിയാവാൻ പറ്റില്ല. ഓക്കെ, സോ അതൊരു സെൽഫ് കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ് എന്നത് സെൽഫ് കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. അത്തരത്തിൽ എ മീനിങ്ലെസ് ആൻഡ് സെൽഫ് കോൺട്രഡിക്റ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കോൾഡ് എ പാരഡോക്സ്. So here we have an example of a paradox. This statement is false. So it is not a proposition, but it is a paradox. Now let us do some exercise problems related to this topic. Which of the following are propositions? First sentence is, the earth is flat. Since we know that that sentence is false,
its truth value is F, and actually it is a proposition. Second one, Toronto is the capital of Canada. You may not be sure that either Toronto is the capital of Canada or not, but there is only two possibilities for this sentence. Either Toronto may be the capital of Canada or it is not the capital of Canada. Both of them did not happen at a time. Okay, so we can conclude that this one is a proposition. We can conclude that whether it is true or false. Actually, this sentence is false because capital of Canada is Ottawa and Toronto is the capital of Ontario, which is a province of Canada. അത്തരം ജനറലായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ഇറ്റ്സ് എ പ്രൊപ്പോസിഷൻ. കാരണം ഐദർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ ഓർ ഫാൾസ്, രണ്ടും കൂടെ ഒന്നിച്ച് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ സംഭവിക്കില്ല എന്ന് നമുക്കറിയാം. സോ ഇറ്റ് ഈസ് എ പ്രൊപ്പോസിഷൻ. ആൻഡ് ദ തേർഡ് വൺ ഇസ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. സോ ഇറ്റ്സ് എൻ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, therefore it is not a proposition. And fourth one is a command, come in, therefore it is not a proposition. Now find the truth value of each compound statement. First one, 5 less than 8 and 2 plus 3 equal to 4. ഈ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവണമെങ്കിൽ കണക്റ്റീവ് ആൻഡ് ആയതുകൊണ്ട് ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് സെൻറ്റൻസുകളും ശരിയായിരിക്കണം. അതായത് 5 ലെസ് ദാൻ 8 ആയിരിക്കണം, 2 പ്ലസ് 3 ഈക്വൽ ടു 4 ആയിരിക്കണം. പക്ഷേ 2 പ്ലസ് 3 ഈക്വൽ ടു 4 അല്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഫാൾസ്. സോ ഇറ്റ്സ് ട്രൂത്ത് വാല്യൂ ഇസ് എഫ്. സിക്സ്ത് വൺ ഇസ് പാരീസ് ഇസ് ഇൻ ഫ്രാൻസ് or 2 plus 3 equal to 4. Here Paris is in France എന്നത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2 plus 3 equal to 4 എന്ന് പറഞ്ഞത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷെ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഓർ എന്ന കണക്റ്റീവ് ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസ് ശരിയാവണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയായാൽ മതിയാവും. സോ സിൻസ് പാരീസ് ഇസ് ഇൻ ഫ്രാൻസ് ഇറ്റ്സ് ട്രൂ, വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ. സോ ഇറ്റ്സ് ട്രൂത്ത് വാല്യൂ ഇസ് ടി. സെവൻത് വൺ, ഇഫ് 1 equal to 2 then 3 equal to 3. ഇതൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് എഴുതിയത്. ഇഫ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ ദെൻ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി ട്രൂ. ഹിയർ വി ഹാവ് ടു ചെക്ക് വെദർ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ ഓർ നോട്ട്. ഇഫ് ഇറ്റ് ഈസ് ട്രൂ ഓൺലി വി നീഡ് ടു ചെക്ക് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഹിയർ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് 1 equal to 2. ഇറ്റ് ഈസ് നോട്ട് ട്രൂ. അതുകൊണ്ട് തന്നെ 1 equal to 2 അല്ലാത്തത് കൊണ്ട് അതിന് ശേഷം എന്തെഴുതിയാലും അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. 1 equal to 2 ആണെങ്കിൽ സംതിങ് ഹാപ്പൻസ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 1 equal to 2 അല്ലാത്തത് കൊണ്ട് ഈ എഴുതിയ സെൻറ്റൻസിൽ ഒരു തെറ്റും ഉണ്ടാവില്ല. Therefore its truth value is T. And the last one is triangle ABC is equilateral if and only if it is equiangular. Equilateral triangle എന്ന് പറയുന്നത് 3 വശങ്ങളും തുല്യമായ ട്രയാങ്കിൾ ആണ്. ഒരു ട്രയാങ്കിളിൻ്റെ 2 വശങ്ങൾ തുല്യമായാൽ നമുക്കറിയാം അതിന് ഓപ്പോസിറ്റ് ആയുള്ള ആംഗിൾസ് തുല്യമായിരിക്കും. ഇവിടെ 3 വശങ്ങളും തുല്യമായ ട്രയാങ്കിൾ ആയതുകൊണ്ട് സ്വാഭാവികമായും 3 ആംഗിൾസും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. അതുപോലെ തന്നെ 3 ആംഗിൾസ് തുല്യമായിട്ടുള്ള ഒരു ട്രയാങ്കിൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. Therefore triangle ABC is equilateral if and only if it is equiangular. Therefore it is a true statement. So its truth value is T. So we studied about propositions, the truth value of a proposition, and also the definition of paradoxes. Given 2 propositions, we can produce other propositions using some connectives. അതായത് 2 പ്രൊപ്പോസിഷൻസ് തന്നിരുന്നാൽ അതിനെ ഏതെങ്കിലും കണക്റ്റീവ്, അതായത് ആൻഡ് ഓർ അതുപോലെയുള്ള ഏതെങ്കിലും കണക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുതിയ പ്രൊപ്പോസിഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്തരത്തിൽ ഒരു കണക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് 2 സിമ്പിൾ പ്രൊപ്പോസിഷൻസിനെ കണക്ട് ചെയ്ത് നമ്മൾ പുതിയൊരു പ്രൊപ്പോസിഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആ റിസൾട്ടിംഗ് പ്രൊപ്പോസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ. ആ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച പ്രൊപ്പോസിഷൻസ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ കമ്പോണൻസ് ആണ് എന്ന് അറിയപ്പെടുന്നു. ദാറ്റ് ഈസ് എ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് 2 or more simple propositions. These simple propositions are called components of the compound proposition. Example, tiger is an animal and all the roses are black. ഇവിടെ 2 സിമ്പിൾ പ്രൊപ്പോസിഷൻസ് നമ്മൾ ഉപയോഗിച്ചത്, ഒന്ന് ടൈഗർ ഇസ് ആൻ ആനിമൽ എന്ന പ്രൊപ്പോസിഷനാണ്, രണ്ടാമത് നമ്മൾ ഉപയോഗിച്ചത് ഓൾ ദ റോസസ് ആർ ബ്ലാക്ക് എന്ന പ്രൊപ്പോസിഷനാണ്. ഈ 2 പ്രൊപ്പോസിഷൻസിനെ, അതായത് ഈ 2 സിമ്പിൾ പ്രൊപ്പോസിഷൻസിന് ആൻഡ് എന്ന കണക്റ്റീവ് ഉപയോഗിച്ച് നമ്മൾ കൂട്ടിച്ചേർത്ത സമയത്ത് നമുക്ക് മറ്റൊരു പ്രൊപ്പോസിഷൻ കിട്ടി. ഇത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ പ്രൊപ്പോസിഷൻ ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷനാണ്. ഇതിൻ്റെ കമ്പോണൻസ് ആണ് ടൈഗർ ഈസ് ആൻ ആനിമൽ എന്ന പ്രൊപ്പോസിഷനും ഓൾ ദി റോസസ് ആർ ബ്ലാക്ക് എന്ന പ്രൊപ്പോസിഷനും. നെക്സ്റ്റ് എക്സാമ്പിൾ, ഐ വിൽ ഈറ്റ് പിസ്സ ഓർ ഐ വിൽ ഡ്രിങ്ക് എ ടീ.
ഇവിടെ നമ്മൾ ഉപയോഗിച്ച രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷൻസ്, ഒന്ന് ഐ വിൽ ഈറ്റ് പിസ്സ, നെക്സ്റ്റ് വൺ ഐ വിൽ ഡ്രിങ്ക് എ ടീ, ആൻഡ് ഹിയർ ദ കണക്റ്റീവ് ഇസ് ഓർ. ആൻഡ് നെക്സ്റ്റ് എക്സാമ്പിൾ, ഇഫ് എർത്ത് ഇസ് ഫ്ലാറ്റ് ദെൻ ഹ്യൂമൻ ക്യാൻ ഫ്ലൈ. ഫസ്റ്റ് പ്രൊപ്പോസിഷൻ ഇസ് എർത്ത് ഈസ് ഫ്ലാറ്റ്. Second proposition, human can fly. These are the simple propositions. And here the connective is if then. If then എന്ന കണക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ രണ്ട് പ്രൊപ്പോസിഷൻസിനെ കൂട്ടിച്ചേർത്ത സമയത്ത് നമുക്ക് കിട്ടിയ കോമ്പൗണ്ട് പ്രൊപ്പോസിഷനാണ് ഇഫ് എർത്ത് ഈസ് ഫ്ലാറ്റ് ദെൻ ഹ്യൂമൻ ക്യാൻ ഫ്ലൈ. So in this class we will study about different ways of producing compound propositions. When we use different connectives, we will give different names for the construction of such compound propositions. നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്ന ലോജിക്കൽ കണക്റ്റീവ് ആണ് കൺജങ്ഷൻ. The conjunction of two arbitrary propositions P and Q is denoted by P and Q is a proposition P and Q. It is formed by combining the propositions using the word and here the connective is and. ഇവിടെ രണ്ട് പ്രൊപ്പോസിഷൻസ് ഉണ്ട്, റോസസ് ആർ ബ്ലാക്ക് എന്നും ഹ്യൂമൻ ഇസ് എ ലിവിങ് ബീയിങ് എന്നതും. ഈ രണ്ട് പ്രൊപ്പോസിഷൻസിനെ നമ്മൾ ആൻഡ് എന്ന കണക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് യോജിപ്പിച്ചു. ഇത്തരത്തിൽ പി എന്ന ഒരു പ്രൊപ്പോസിഷനും ക്യൂ എന്ന മറ്റൊരു പ്രൊപ്പോസിഷനും ആൻഡ് എന്ന കണക്റ്റീവ് ഉപയോഗിച്ച് യോജിപ്പിക്കുന്നതിന് ലോജിക്കലായി നമ്മൾ നൽകുന്ന സിമ്പിളാണ് ഈ കാണുന്ന ആൻഡിൻ്റെ സിമ്പിൾ. സോ ഇങ്ങനെയൊരു സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് വായിക്കേണ്ടത് പി ആൻഡ് ക്യൂ എന്നാണ്. So here and is the logical connective. ഇത്തരത്തിൽ ആൻഡ് എന്ന കണക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രണ്ട് പ്രൊപ്പോസിഷനെ കമ്പൈൻ ചെയ്ത് ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ദ കൺജങ്ഷൻ ഓഫ് ദ ടു പ്രൊപ്പോസിഷൻസ് പി ആൻഡ് ക്യൂ. ഈ കാണുന്ന എക്സാമ്പിൾ നോക്കിയാൽ റോസസ് ആർ ബ്ലാക്ക് എന്ന പ്രൊപ്പോസിഷൻ ഫോൾസ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷനാണ്, അതായത് ട്രൂത്ത് വാല്യൂ എഫ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷനാണ്. ഹ്യൂമൻ ഇസ് എ ലിവിങ് ബീയിങ് എന്നത് ട്രൂത്ത് വാല്യൂ ടി ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും? നമ്മൾ കൺജങ്ഷൻ ചെയ്യാൻ ഉപയോഗിച്ച രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷൻസും ട്രൂ ആണെങ്കിൽ മാത്രമേ, അതായത് രണ്ട് പ്രൊപ്പോസിഷൻസിൻ്റെയും ട്രൂത്ത് വാല്യൂ ടി ആണെങ്കിൽ മാത്രമേ റിസൾട്ടിംഗ് ആയിട്ട് കിട്ടുന്ന കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ ടി ആവുകയുള്ളൂ. അതായത് റോസസ് ബ്ലാക്ക് ആയിരിക്കുകയും ഹ്യൂമൻ ലിവിങ് ബീയിങ് ആയിരിക്കുകയും ചെയ്താൽ മാത്രമേ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവുകയുള്ളൂ എന്നർത്ഥം. നമ്മുടെ ഈ എക്സാമ്പിളിൽ പി എന്ന പ്രൊപ്പോസിഷൻ റോസസ് ആർ ബ്ലാക്ക് എന്ന പ്രൊപ്പോസിഷനാണ്. ക്യൂ എന്ന പ്രൊപ്പോസിഷൻ ഹ്യൂമൻ ഇസ് എ ലിവിങ് ബീയിങ് എന്നതാണ്. ഇവിടെ റോസസ് ആർ ബ്ലാക്ക് എന്നത് ട്രൂത്ത് വാല്യൂ എഫ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷനാണ്. ഹ്യൂമൻ ഇസ് എ ലിവിങ് ബീയിങ് എന്ന ക്യൂ എന്ന പ്രൊപ്പോസിഷൻ ട്രൂത്ത് വാല്യൂ ടി ആയിട്ടുള്ള പ്രൊപ്പോസിഷനാണ്. സ്വാഭാവികമായും പി ആൻഡ് ക്യൂ എന്ന കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ എഫ് ആയിരിക്കും. കാരണം ഇത് രണ്ടും ശരിയാണെങ്കിൽ മാത്രമേ കറസ്പോണ്ടിങ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ട്രൂ ആവാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മൾ ആൻഡ് എന്ന കണക്റ്റീവാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതേപോലെ ആൻഡ് എന്ന കണക്റ്റീവ് ഉപയോഗിച്ച് നമ്മൾ രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷൻസ് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം പോസിബിലിറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്? പി എന്ന പ്രൊപ്പോസിഷൻ ഫോൾസ് ആവുകയും ക്യൂ ട്രൂ ആവുകയും ചെയ്യുന്ന സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. തിരിച്ച് പി ട്രൂവും ക്യൂ ഫോൾസും ആവാനുള്ള സാധ്യതയുണ്ട്. അത്തരം കേസിൽ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും, അതായത് അതിൻ്റെ ട്രൂത്ത് വാല്യൂ എഫ് ആയിരിക്കും. വേറൊരു പോസിബിലിറ്റി ഉള്ളത് പിയും ക്യൂവും രണ്ടിൻ്റെയും ട്രൂത്ത് വാല്യൂ ടി ആണെന്ന് വിചാരിക്കുക. ആ കേസിൽ പി ആൻഡ് ക്യൂ എന്ന കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ ടി തന്നെ ആയിരിക്കും. ഇനി രണ്ടും എഫ് ആണെങ്കിലോ, പിയും ക്യൂവും രണ്ടും ട്രൂത്ത് വാല്യൂ എഫ് ആയിട്ടുള്ള പ്രൊപ്പോസിഷൻസ് ആണെങ്കിൽ പി ആൻഡ് ക്യൂ എന്ന റിസൾട്ടിംഗ് പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ എഫ് തന്നെ ആയിരിക്കും. സോ ഈ ഒരു ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് പി ആൻഡ് ക്യൂ എന്ന പ്രൊപ്പോസിഷൻ ട്രൂത്ത് വാല്യൂ ടി ഉള്ള പ്രൊപ്പോസിഷനായി മാറണമെങ്കിൽ പിയും ക്യൂവും ട്രൂത്ത് വാല്യൂ ടി ആയിട്ടുള്ള പ്രൊപ്പോസിഷൻസ് ആയിരിക്കണം. ആ ഒരു കേസിൽ മാത്രമേ പി ആൻഡ് ക്യൂ എന്നത് ട്രൂത്ത് വാല്യൂ ടി വരുന്ന ഒരു പ്രൊപ്പോസിഷൻ, കോമ്പൗണ്ട് പ്രൊപ്പോസിഷനായിട്ട് മാറുകയുള്ളൂ. സോ ഇതുപോലെ രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷൻസിൻ്റെ ട്രൂത്ത് വാല്യൂ മാറുന്നതിനനുസരിച്ച് റിസൾട്ടിംഗ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷന് ട്രൂത്ത് വാല്യൂ എന്ത് വരും എന്ന് നമ്മൾ ടേബിളായിട്ട് ഇത്തരത്തിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേബിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് ദ ട്രൂത്ത് ടേബിൾ. സോ ദ ട്രൂത്ത് ടേബിൾ ഗിവ്സ് us the truth value of a compound proposition corresponding to the truth value of the simple propositions, which are the components of the compound proposition.
അതായത് ഈ അതായത് പി ക്യൂ എന്ന രണ്ട് കമ്പോണൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പി ആൻഡ് ക്യൂ എന്ന കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ഉണ്ടാക്കിയത്. സോ പിയുടെയും ക്യൂയുടെയും ട്രൂത്ത് വാല്യൂസ് മാറുന്നതിനനുസരിച്ച് എന്തായിരിക്കും പി ആൻഡ് ക്യൂ എന്ന കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ, അത് കാണിക്കുന്ന ടേബിളാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദ ട്രൂത്ത് ടേബിൾ. Hence, a truth table is the table showing the truth values of a compound proposition according to the truth values of its component propositions. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രൂത്ത് ടേബിൾ ഓഫ് പി ആൻഡ് ക്യൂ ആണ്, അതായത് കൺജങ്ഷൻ ഓഫ് ദ പ്രൊപ്പോസിഷൻസ് പി ആൻഡ് ക്യൂ. ഹിയർ വി ഹാവ് എൻ എക്സാമ്പിൾ. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ്സ്. ദ പ്രൊപ്പോസിഷൻ പി ഇസ് Socrates was a Greek philosopher and the proposition Q is Euclid was a Chinese musician. Their conjunction is given by P and Q, which is Socrates was a Greek philosopher and Euclid was a Chinese musician. Here the truth value of the proposition P is T and the truth value of the proposition Q is F, because we know that Socrates was a Greek philosopher and also we know that Euclid was not a Chinese musician. Therefore, the proposition P has truth value T and Q has truth value F. What will be the truth value of P and Q? We know that P and Q has truth value T if and only if both P and Q have truth value T. Here Q has no truth value T, therefore this P and Q has truth value F. Now let us go to the second connective, which is disjunction. A second way of combining two propositions P and Q is by using the connective OR. The resulting proposition P or Q is the disjunction of P and Q and it is denoted by this symbol. അതായത് രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷൻസ് ഓർ എന്ന കണക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യോജിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്ജങ്ഷൻ ഓഫ് ദ കറസ്പോണ്ടിങ് പ്രൊപ്പോസിഷൻസ് എന്ന് വിളിക്കുന്നത്. For example, here we have the proposition P which says that Harry likes pepper onion pizza for lunch, and second proposition Q is Harry likes mushroom pizza for lunch. When we use disjunction to combine these propositions, the compound proposition will be P or Q, which is the statement Harry likes pepper onion pizza for lunch or Harry likes mushroom pizza for lunch. So how can we find the truth value of the resulting proposition? രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷൻസ് പിയും ക്യൂവും എടുത്താൽ ഓർ എന്ന കണക്റ്റീവാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ പി ഓർ ക്യൂ എന്ന കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ട്രൂ ആവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് പിയോ ക്യൂവോ ഏതെങ്കിലും ഒന്നെങ്കിലും ട്രൂ ആയാൽ മതിയാവും. അതായത് നമ്മൾ കറസ്പോണ്ടിങ് ട്രൂത്ത് ടേബിൾ വരച്ചാൽ മുൻപ് പറഞ്ഞതുപോലെ 4 പോസിബിലിറ്റീസ് ആണ് നമ്മളുടെ മുമ്പിലുള്ളത്. ഒന്നുകിൽ പിയും ക്യൂവും ട്രൂ ആവാം, അല്ലെങ്കിൽ പി ട്രൂവും ക്യൂ ഫോൾസും ആവാം, പി ഫോൾസും ക്യൂ ട്രൂവും ആവാം, അല്ലെങ്കിൽ രണ്ടും ഫോൾസ് ആവാം. അതിനനുസരിച്ചുള്ള ട്രൂത്ത് വാല്യൂസ് ആണ് നമ്മളിപ്പോൾ ട്രൂത്ത് ടേബിളിൽ എഴുതിയിരിക്കുന്നത്. സോ വാട്ട് വിൽ ബി ദ ട്രൂത്ത് വാല്യൂ ഓഫ് പി ഓർ ക്യൂ? പി ഓർ ക്യൂ ഹാവ് ട്രൂത്ത് വാല്യൂ ടി if at least one of P or Q has truth value T. അതായത് ഇവിടെ പിയും ക്യൂവും ട്രൂത്ത് വാല്യൂ ടി ആണെങ്കിൽ പി ഓർ ക്യൂ എന്നതിൻ്റെ ട്രൂത്ത് വാല്യൂ ടി ആയിരിക്കും. കൂടാതെ ഏതെങ്കിലും ഒരു പ്രൊപ്പോസിഷൻ പിയോ ക്യൂവോ ഏതെങ്കിലും ഒന്നെങ്കിലും ട്രൂത്ത് വാല്യൂ ടി ആയിട്ടുള്ളതാണെങ്കിൽ അപ്പോഴും പി ഓർ ക്യൂവിൻ്റെ ട്രൂത്ത് വാല്യൂ ടി ആയിരിക്കും. ഇനി രണ്ട് പ്രൊപ്പോസിഷൻസും ട്രൂത്ത് വാല്യൂ എഫ് ആയിട്ടുള്ള പ്രൊപ്പോസിഷൻസ് ആണെങ്കിൽ പി ഓർ ക്യൂ എന്ന കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ എഫ് ആയിരിക്കും. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് പി ഓർ ക്യൂ എന്ന പ്രൊപ്പോസിഷൻ ട്രൂത്ത് വാല്യൂ എഫ് ഉള്ള പ്രൊപ്പോസിഷൻ ആവണമെങ്കിൽ ബോത്ത് പി ആൻഡ് ക്യൂ മസ്റ്റ് ഹാവ് ദ ട്രൂത്ത് വാല്യൂ എഫ്. ബാക്കി എല്ലാ കേസിലും പി ഓർ ക്യൂവിൻ്റെ ട്രൂത്ത് വാല്യൂ ടി ആയിരിക്കും. ഇവിടെയുള്ള എക്സാമ്പിൾ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ ഹാരി ലൈക്സ് പെപ്പർ ഒനിയൻ പിസ്സ ഫോർ ലഞ്ച് ഓർ ഹാരി ലൈക്സ് മഷ്റൂം പിസ്സ ഫോർ ലഞ്ച്. ലഞ്ചിന് ഹാരി ഇഷ്ടപ്പെടുന്നത് പെപ്പർ ഒനിയൻ പിസ്സ കഴിക്കാനാണ്, മഷ്റൂം പിസ്സ കഴിക്കാനും ഇഷ്ടപ്പെടുന്നുണ്ട്. ലഞ്ചിന് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കഴിക്കാനും ഹാരിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതാണ് ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതിയ സമയത്ത് പറഞ്ഞത് ഇത് രണ്ടും ശരിയാണെങ്കിലും അല്ല ഏതെങ്കിലും ഒന്ന് ശരിയാണെങ്കിലും പി ഓർ ക്യൂ എന്നത് ട്രൂ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും തെറ്റാവുന്ന സമയത്ത് മാത്രമേ പി ഓർ ക്യൂ എന്നത് ട്രൂത്ത് വാല്യൂ എഫ് വരികയുള്ളൂ എന്നാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തത്. പക്ഷെ നമുക്ക് ഓർ എന്ന കണക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയുള്ള മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഈ കാണുന്ന എക്സാമ്പിൾ പ്രകാരം ആർ എന്ന പ്രൊപ്പോസിഷൻ ബർണി വിൽ പ്ലേ ബാസ്കറ്റ് ബോൾ അറ്റ് 3 PM ടുഡേ.
and S is a proposition, Bernie will go to a matinee at 3 p.m. today. Then R or S is Bernie will play basketball or go to a matinee at 3 p.m. today. അതായത് ഇന്ന് 3 മണിക്ക് ബെർണി ഒന്നുകിൽ ബാസ്കറ്റ്ബോൾ കളിക്കും അല്ലെങ്കിൽ മാറ്റിനിക്ക് പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ ഒരേ സമയത്ത് ശരിയാവാൻ പറ്റില്ല. ബെർണിക്ക് ഒരേ സമയത്ത് തന്നെ ബാസ്കറ്റ്ബോൾ കളിക്കാനും മാറ്റിനിക്ക് പോകാനും കൂടെ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഓർ എന്ന കണക്റ്റീവ് ഉപയോഗിച്ചതിന് ചെറിയൊരു മീനിങ്ങിലുള്ള ഡിഫറൻസ് വരുന്നുണ്ട് എന്നർത്ഥം. ഈ കേസിൽ നമ്മൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ പിയുടെ ട്രൂത്ത് വാല്യൂ ടി ആവുകയും ക്യൂവിൻ്റേത് എഫ് ആവുകയും ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ഡിസ്ജങ്ഷൻ ടി ആയിരിക്കും. അല്ല പി എഫും ക്യൂ ടി ആവുകയാണെങ്കിലും ഡിസ്ജങ്ഷൻ്റെ ട്രൂത്ത് വാല്യൂ ടി ആയിരിക്കും. പക്ഷേ രണ്ടും ടി ആവുന്നത് പോസിബിൾ ആവില്ല. ഇവിടെയുള്ള ഓർ എന്ന കണക്റ്റീവ് ഇപ്പം നമ്മൾ ഉപയോഗിച്ച പ്രകാരമുള്ള ഒരു സെൻറ്റൻസിലാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ ഈ രണ്ട് സെൻറ്റൻസുകൾ ഒന്നിച്ച് ശരിയാവാനുള്ള പോസിബിലിറ്റി ഇല്ല. അതായത് പിയും ക്യൂവും ട്രൂ ആവുന്ന സമയത്ത് നമ്മളുടെ റിസൾട്ടിങ് ഡിസ്ജങ്ഷൻ എഫ് ആയിരിക്കും ട്രൂത്ത് വാല്യൂ ഉണ്ടാവുക. അതേപോലെ അവസാനത്തെ കേസിൽ ചേഞ്ച് ഒന്നുമില്ല, രണ്ടും എഫ് ആവുന്ന സമയത്ത് ട്രൂത്ത് വാല്യൂ എഫ് തന്നെ ആയിരിക്കും. സോ ഈ കേസിൽ ഡിസ്ജങ്ഷൻ എന്ന കണക്റ്റീവ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിലും ട്രൂത്ത് ടേബിളിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. എന്ത് ഡിഫറൻസ് ആണ് ഇവിടെ ഉണ്ടായത്? ഹിയർ ട്രൂത്ത് വാല്യൂ ഓഫ് പി ഓർ ക്യൂ കനോട്ട് ബി ട്രൂ വെൻ ബോത്ത് പി ആൻഡ് ക്യൂ ആർ ട്രൂ. അതുകൊണ്ട് തന്നെ ഡിസ്ജങ്ഷൻ രണ്ട് വിധത്തിലുണ്ടെന്ന് നമുക്ക് പറയാം. ഒന്ന് ഇൻക്ലൂസീവ് ഡിസ്ജങ്ഷൻ ആണ്, രണ്ടാമത്തേത് എക്സ്ക്ലൂസീവ് ഡിസ്ജങ്ഷൻ ആണ്. ഇൻക്ലൂസീവ് ഡിസ്കഷൻ വരുന്ന കേസാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത കേസ്. അതായത് നമ്മൾ ട്രൂത്ത് ടേബിൾ വരച്ചിരുന്നു. പി ഓർ ക്യൂ എന്നതിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ വരച്ചത് പ്രകാരം രണ്ട് പ്രൊപ്പോസിഷൻസിനെയും ട്രൂത്ത് വാല്യൂ എഫ് ആകുമ്പോൾ മാത്രം പി ഓർ ക്യൂ എന്നത് എഫ് ആയി മാറുന്ന വിധത്തിലുള്ള ഡിസ്ജങ്ഷനാണ് ഇൻക്ലൂസീവ് ഡിസ്ജങ്ഷൻ. അതായത് രണ്ട് പ്രൊപ്പോസിഷൻസും ട്രൂ ആണെങ്കിൽ പി ഓർ ക്യൂ എന്ന പ്രൊപ്പോസിഷനും ട്രൂ ആവുന്ന വിധത്തിലുള്ള ഡിസ്ജങ്ഷനാണ് ഇൻക്ലൂസീവ് ഡിസ്ജങ്ഷൻ. So the disjunction of two propositions is true if at least one component is true and it is false if both components are false. ഇതാണ് നമ്മുടെ ഇൻക്ലൂസീവ് ഡിസ്ജങ്ഷൻ. പക്ഷേ ഓർ എന്ന കണക്റ്റീവ് ഉപയോഗിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനും കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. അത് കാണിക്കാനാണ് നമ്മൾ ഇത്തരൊരു എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞത്. ഈ കേസിൽ രണ്ട് പ്രൊപ്പോസിഷൻസും ട്രൂ ആവുന്ന സമയത്ത് ഡിസ്ജങ്ഷൻ എന്ന അതായത് ഓർ എന്ന കണക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്ന പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ ടി ആവില്ല, പകരം അത് എഫ് ആയിരിക്കും. ഇത്തരത്തിലുള്ള ഡിസ്ജങ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ക്ലൂസീവ് ഡിസ്ജങ്ഷൻ. പക്ഷെ നമ്മളുടെ ചാപ്റ്ററിൽ ഡിസ്ജങ്ഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂസീവ് ഡിസ്ജങ്ഷൻ ആണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ പി ഓർ ക്യൂ എന്ന കണക്റ്റീവ് ഉപയോഗിച്ച് പറയുന്ന ഡിസ്ജങ്ഷൻസ് എല്ലാം തന്നെ ഇൻക്ലൂസീവ് ഡിസ്ജങ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പി ഓർ ക്യൂ എന്നതിൻ്റെ ടേബിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ഈ കാണുന്ന ട്രൂത്ത് ടേബിൾ ആയിരിക്കും. ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ഡിസ്റ്റിങ്ഷൻസിലെ ട്രൂത്ത് ടേബിൾ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐറ്റത്തിൽ മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുകയുള്ളൂ. ഇൻക്ലൂസീവ് ഡിസ്റ്റിങ്ഷൻ ആണെങ്കിൽ പിയും ക്യൂവും ടി ആവുന്ന സമയത്ത് പി ഓർ ക്യൂ ടി ആണ്. എക്സ്ക്ലൂസീവ് ഡിസ്റ്റിങ്ഷൻ ആണെങ്കിൽ പിയും ക്യൂവും ട്രൂത്ത് വാല്യൂ ടി ആവുന്ന സമയത്ത് എക്സ്ക്ലൂസീവ് ഓർ എന്നതിൻ്റെ ട്രൂത്ത് വാല്യൂ എഫ് ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ പോസിബിലിറ്റീസിനും രണ്ട് ട്രൂത്ത് ടേബിളും സെയിം തന്നെ ആയിരിക്കും. So this is the difference between inclusive and exclusive distinctions. Given a proposition, the simplest way of producing another proposition is the negation. Negation of a proposition P is, it is not the case that P. അതായത് പി എന്ന ഒരു പ്രൊപ്പോസിഷൻ തന്നാൽ അതിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് പി ശരിയല്ല എന്ന പ്രൊപ്പോസിഷൻ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദിസ് സിമ്പിൾ. ലെറ്റ് us see some examples. Let P be the proposition, Paris is the capital of France. Then its negation is, it is not the case that P. അതായത് it is not the case that Paris is the capital of France. പക്ഷെ അതിനെ നമ്മൾ സാധാരണഗതിയിൽ ഇംഗ്ലീഷിൽ എഴുതാറുള്ളത് പാരീസ് ഇസ് നോട്ട് ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ് എന്നായിരിക്കും. സോ നെഗേഷൻ ഓഫ് പി എന്നത് ഇവിടെ പാരീസ് ഇസ് നോട്ട് ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ് എന്നതാണ്. Another example, let Q be the statement, 1 is strictly less than 2. Then what will be the negation of Q? Negation of Q is, it is not the case that Q. അതായത് 1 is greater than or equal to 2. 1 less than 2 എന്നാണ് Q എന്ന പ്രൊപ്പോസിഷൻ എങ്കിൽ അതിൻ്റെ നെഗേഷനിൽ 1 less than 2 അല്ല എന്നാണ് പറയേണ്ടത്. 1 less than 2 അല്ലെങ്കിൽ പിന്നെ ആകെയുള്ള പോസിബിലിറ്റീസ് ഒന്നുകിൽ 1 greater than 2 ആയിരിക്കും, അല്ലെങ്കിൽ 1 equal to 2 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ നെഗേഷൻ 1 greater than or equal to 2 എന്ന് എഴുതിയത്. Another example, let R be the proposition, 1 plus 7
equal to 8. Then what will be the negation of R? Negation of R will be 1 plus 7 not equal to 8. That is 1 plus 7 is greater than 8 or 1 plus 7 is strictly less than 8. നെഗേഷൻ്റെ കേസിൽ നമ്മൾ ഒരു പ്രൊപ്പോസിഷൻ മാത്രമേ അണ്ടർ കൺസിഡറേഷൻ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രൂത്ത് ടേബിളിൽ നമ്മൾ പി എന്ന പ്രൊപ്പോസിഷൻ മാത്രമേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ വി ഹാവ് ടു റൈറ്റ് ദ പോസിബിലിറ്റീസ് ഫോർ പി. ദ പ്രൊപ്പോസിഷൻ പി മേ ബി ട്രൂ ഓർ ഫാൾസ്. Then correspondingly the truth value of negation of P will be, if P is true then negation of P must be false, and if P is false then negation of P will be true. In the second example here, the proposition Q is 1 less than 2 and its truth value is T. The negation of Q is 1 greater than or equal to 2, its truth value is F. In third example, 1 plus 7 equal to 8 has truth value T, but negation R is 1 plus 7 not equal to 8, so its truth value is F. Likewise, if P has the truth value T, then negation P will have the truth value F. And if P has truth value F, then negation P has truth value T. Hence, in today's class, we studied about compound propositions. And we also discussed some ways of producing compound propositions using simple propositions. One method is taking the conjunction of two simple propositions. Another way is taking the disjunction of the two simple propositions, that is P or Q. And we note that there are two types of disjunctions, which is inclusive disjunction and exclusive disjunction. And we also note that we are dealing only with inclusive disjunction. Another way of producing a proposition is the taking negation of a given proposition. Negation of a proposition P is, it is not the case that P. We also studied about the truth table showing the truth value of the compound propositions according to the truth values of the corresponding components. In the next class, we will do some problems related to these concepts.